അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് അരയ്ക്കാൻ ശീലമുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. പച്ചരി കൊണ്ടാണ് സാധാരണ ഇഡ്ഡലി ദോശ എല്ലാത്തിനും മാവ് അരയ്ക്കാറ്. 1.5 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ 1 ഗ്ലാസോളം ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാവരും ചോറ് ഒരു പിടി ഇട്ടിട്ട് അരയ്ക്കണം എന്ന് പറയാറുണ്ട്. ഞാനിപ്പോൾ ചോറല്ല ഇടാറ്, കുറച്ച് അവലാണ്. കഴുകിയിട്ട് ഞാൻ അങ്ങനെ മൂടി വെച്ച് പോയെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പുറത്തപ്പോൾ ഓടി വന്നിട്ട് പിടിയോളം വെള്ള അവലില്ലേ അതാട്ടിട്ട് കൊടുക്കണേ. പക്ഷെ ഇത് ഇത്തിരി കൂടി പോയി എങ്കിൽ പിടി മതി കേട്ടോ. വെള്ള അവലാട്ടോ ചുവന്ന അവലല്ലേ. പേരോളം കഴിക്കാൻ പറ്റണ ഒരു മിക്സ് ആണ് കേട്ടോ ഞാനിപ്പോൾ പറയണത്. ഒരു 6 മണിക്കൂറോളം ഞാനിങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഇതാ രാത്രി ആയിട്ടോ അങ്ങനെ ഞാൻ അത് അരച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഗ്രൈൻഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിൽ തന്നെയാണ് കേട്ടോ നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കാറുണ്ട്. എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടാറ്. അങ്ങനെ ഞാൻ അരച്ചെടുക്കുമ്പോഴേക്കും നീരവ് ടി വിയിൽ എന്തൊക്കെയോ കണ്ട് കഥകൾ വന്ന് പറയാണേ. അതെല്ലാം കൂടെ ഒരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് വീണ്ടും ഒരു ട്രിപ്പും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുകയായിരിക്കും നല്ലത്, കാരണം പിറ്റേ ദിവസത്തേക്ക് കുറച്ച് ടൈറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ എല്ലാം കൂടെ ഒരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ, കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച്. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഏതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടു. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കൈ കൊണ്ടുള്ള പ്രോസസ്സിങ്ങും കൂടി ആവുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ മിക്സ്. എൻ്റെ പുത്രൻ നല്ല കളിയാണ്, അതിൻ്റെ ഒരു ബഹളമാണ് കേട്ടോ കേൾക്കണത്. അങ്ങനെ നല്ലപോലെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ലൂസ് പരിവ്, ഇതിനും കൂടെ കുറച്ചുകൂടെ ലൂസായി കഴിഞ്ഞാൽ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നി. എങ്കിലും ഞാൻ ഇപ്പം തന്നെ അത് ചെയ്തില്ല, നാളെ രാവിലെ എങ്ങനെയാന്ന് നോക്കിയിട്ട് ചെയ്യുക, വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഈ തുറക്കണത് തൊട്ട് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ. രാവിലെ മാവ് എടുത്തപ്പോൾ കുറച്ച് ടൈറ്റ് തോന്നിയിട്ട് ഇളക്കി കൊടുത്തപ്പോൾ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തു. നമ്മുടെ ഏറ്റവും അവസാനം ഞാൻ ഇഡ്ഡലിക്കുള്ള പാത്രം എടുത്തിട്ട് അതിൽ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് ഈ മാവുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിക്കുന്ന സ്ഥലങ്ങളിലെ വെളിച്ചെണ്ണ ആക്കിയിട്ട് അതിന് തൊട്ട് മുന്നേ ചെറിയൊരു പീസ് ഇഞ്ചിയും ചെറിയൊരു ചതുര കഷ്ണം കേട്ടോ, പിന്നെ വേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഈ മാവും കൂടി ഒഴിച്ച് വേവിച്ച് വരുമ്പോൾ നല്ല സ്മെല്ല് ഉണ്ടാവാറുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളുണ്ട്, പക്ഷേ കറക്കി കാച്ചാളതുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാഞ്ഞത്. 2 സെറ്റും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇഡ്ഡലി ഇപ്പോൾ വേവണില്ല, അതുകൊണ്ട് ഞാൻ ഓരോ സെറ്റ് മാറ്റി മാറ്റി ഇങ്ങനെ വെക്കുകയാണ്. 2 സെറ്റ് മതി നമുക്ക്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇഡ്ഡലി ഇങ്ങനെയാണ് കേട്ടായിട്ട് വരിക, നല്ല സോഫ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചു, അതും കൂടെ വെന്ത് വന്നു. അപ്പോൾ മൊത്തത്തിൽ ഇതാ ഇങ്ങനെ ഒരു പ്ലിങ് പ്ലിങ് ആയി കിട്ടും. എൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ ഇങ്ങനെ ഇളക്കുമ്പോൾ കണ്ടില്ലേ നല്ലപോലെ ഇളകിക്കുന്നുണ്ട്. അതേപോലെ തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാറുണ്ട്, സബോളയും തക്കാളിയും കൂടെ പിന്നെ ഉണക്കമുളകും ഉണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇടും, വേപ്പിലിടും. അങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ കടുക് പൊട്ടിച്ചെടുക്കുക ചെയ്യുക. എല്ലാം കഴിഞ്ഞ് നമ്മൾ രണ്ടാളും കൂടെ കുളിച്ച് റെഡിയായി നീരവിന് ഫുഡ് കൊടുക്കുകയാണ്. ഇനി അവനോട് ചോദിക്കാം എന്താ അഭിപ്രായം എന്ന്.